വെൽക്കം ബാക്ക് ടു ലിലീസ് കിച്ചൺ മാജിക്. ഇന്ന് ഞാനിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ഡിഷ് വേപ്പിലക്കട്ടി അല്ലെങ്കിൽ ചമ്മന്തിപ്പൊടി എന്ന് പറയും. നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരടിപൊളി വിഭവമാണിത്. ഇതിന് വേണ്ട ചേരുവകൾ നോക്കാം. ആദ്യം കറിവേപ്പില, ഉപ്പ്, തേങ്ങ ചിരകിയത് അരമുറിയോളം ഞാൻ എടുത്തിട്ടുണ്ട്, പരിപ്പ്, ചുവന്നുള്ളി, വെളുത്തുള്ളി, പുളി, എണ്ണ. ഇത്രയും ചേരുവകളാണ് വേണ്ടത്. ഇതിനു വേണ്ടി ഞാൻ ആദ്യം ഒരു ഇരുമ്പ് ചീനച്ചട്ടി എടുത്ത് വെച്ച് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിലിടാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അടുത്ത് നമ്മൾ അതിലേക്ക് ഇടുന്നത് തേങ്ങ ചിരകി വെച്ചിരിക്കുന്നതാണ്. അരമുറി തേങ്ങ ഞാൻ ഇട്ടിട്ടുണ്ട്. അന്നേരം തേങ്ങ ചിരകി വെച്ചതും ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ വേപ്പിലക്കട്ടി എന്ന് പറയുന്നത് ഒത്തിരി അയൺ കണ്ടൻസ് ഉള്ള ഒരു ഡിഷാണ്. 1 മാസത്തോളം നമുക്കത് ഇരിക്കും. അതായത് നമ്മൾ നല്ല ഉണങ്ങിയിട്ടുള്ള ഒരു ഗ്ലാസ് കുപ്പിയിൽ ഇട്ട് വെക്കുന്നതെങ്കിൽ ഒത്തിരി നാളത്തേക്ക് ഇത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അടുത്തത് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് ചുവന്നുള്ളിയാണ്. 2 ചുവന്നുള്ളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അധികം ചുവന്നുള്ളിയുടെ ആവശ്യമൊന്നുമില്ല. ചുവന്നുള്ളി ഇടുമ്പം സവോളേനെക്കാട്ടിലും കൂടുതൽ നമുക്ക് ടേസ്റ്റി ആയിരിക്കും. ഞാൻ 2 ചുവന്നുള്ളിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ആ 2 ചുവന്നുള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ കറിവേപ്പിലയും തേങ്ങയും നമ്മൾ ആദ്യമായിട്ട് തേങ്ങയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ആ ഒരു പച്ച മണമൊക്കെ നമുക്ക് നന്നായിട്ട് ഇപ്പം അനുഭവപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഇഞ്ചി ഒരു അരമുറിയോളം, ഒരു മുഴുത്ത കഷ്ണത്തിൻ്റെ അരമുറിയോളം ഇഞ്ചി ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം വെളുത്തുള്ളി ഒരു 5 അല്ലിയോളം, അത്രയും മതി. 5 അല്ലിയോളമുള്ള വെളുത്തുള്ളി ഇട്ടു. ഇനി അടുത്തതായിട്ട് വേണ്ടത് മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി മതി. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതെല്ലാ ചേരുവകളും നന്നായിട്ട് മിക്സ് ആകുന്നതിന് വേണ്ടിയിട്ടും ആ എണ്ണയുടെയും അതേപോലെ കറിവേപ്പില എല്ലാം ഒന്ന് മിക്സ് ആകുന്നതിന് വേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് വാളംപുളിയുടെ ഒരു ചെറിയൊരു കഷ്ണം എടുത്ത് അതും കൂടെ ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഉപ്പ് വളരെ കുറച്ചെടുക്കുക. പിന്നെ നമുക്ക് കുറവുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ആഡ് ചെയ്താൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി അടുത്തതായിട്ട് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പരിപ്പ് നന്നായിട്ട് കഴുകിയിട്ട് ഉണക്കി വെച്ചിരുന്നതാണ്. ആ പരിപ്പും ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ഇത് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയിടാവുന്നതാണ്. നമുക്ക് അന്നേരം ഏകദേശം ഏറെക്കുറെ നമ്മുടെ ഈ ഒരു ഡിഷായിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലിട്ട് എല്ലാം ഒന്ന് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഈ ഒരു വേപ്പിലക്കട്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ട് നമുക്കിപ്പോൾ ഹോസ്റ്റലിലൊക്കെ കുട്ടികളൊക്കെ പോകുന്ന സമയത്തൊക്കെ നമുക്ക് ഒരു ഇതിലാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ വിദേശത്തൊക്കെ പോകുന്നവർക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഡിഷാണ് ചമ്മന്തിപ്പൊടി എന്നുള്ള വേപ്പിലക്കട്ടി എന്ന് പറയുന്നത്. ഒത്തിരി ഗുണങ്ങളുണ്ട്. തേയ്മാനം പോലെയുള്ള അസുഖങ്ങൾക്കൊക്കെ ഒത്തിരി ഉപയോഗപ്രദമാണ് ഈ ഒരു ഡിഷ് എന്ന് പറയുന്നത്. അന്നേരം നമ്മുടെ വേപ്പിലക്കട്ടി അല്ലെങ്കിൽ ചമ്മന്തിപ്പൊടിയുടെ ആദ്യത്തെ ഒരു സെക്ഷൻ കഴിയാണ്. അതായത് നമ്മൾ നന്നായിട്ട് ഇതാക്കി എണ്ണയിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തു. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ഇതൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റി ഒരു 5-10 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ആറുന്നതിന് വേണ്ടിയിട്ട്. ആറിക്കഴിഞ്ഞ് നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളമൊന്നും പറ്റിയിട്ടുണ്ടാവരുത്. ജാറിൽ നല്ല ക്ലിയർ ആയിട്ടുള്ളതായിരിക്കണം. അതേപോലെ ഇത് വേപ്പിലക്കട്ടി ഇട്ട് വെക്കുന്ന ജാറിൽ അല്ലെങ്കിൽ പാത്രത്തിലായാലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അന്നേരം നമുക്ക് നമ്മുടെ മിക്സി ജാറിലിട്ടിരിക്കുന്ന ഈ വേപ്പിലക്കട്ടി നന്നായിട്ടൊന്ന്
ക്രഷ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇതാ നോക്കിക്കേ, കളർ തന്നെ നോക്കിക്കേ, വളരെ സൂപ്പറായിട്ടുള്ള നമ്മുടെ വേപ്പിലക്കട്ടി അല്ലെങ്കിൽ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അന്നേരം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ അടുത്ത അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.